പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിസങ്കീർണമായി തുടരുന്ന ഘട്ടത്തിലും ഉപരോധങ്ങളെയും യുദ്ധപ്രതിസന്ധികളെയും അതിജീവിച്ച് ഇറാൻ കൈവരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റം ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നത് തന്നെയാണ്. ഇറാനിയൻ എണ്ണമന്ത്രി മൊഹസിൻ പക്നജാദിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ രാജ്യത്തിന്റെ ആത്മവിശ്വാസമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇറാന്റെ കരുത്തുറ്റ നിലപാടുകൾക്ക് മുന്നിൽ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെട്ട് അമേരിക്ക തകർച്ചയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആധുനിക ആയുധ ശേഖരം കൂട്ടിവെച്ചുകൊണ്ട് അമേരിക്കയുടെ ഏതൊരു നീക്കത്തെയും പ്രതിരോധിക്കാൻ സജ്ജമായി നിൽക്കുന്ന ഇറാനോട് പോരാടുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ലോകക്രമത്തിലെ ഈ മാറ്റങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുന്നതും ഇറാന്റെ പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നതും തന്നെയാണ്. ഇറാന്റെ സൈനികവും സാമ്പത്തികവുമായ ഈ കുതിച്ചുചാട്ടം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ അടിമുടി മാറ്റിക്കഴിഞ്ഞു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തന്ത്രങ്ങൾ ഓരോന്നായി പരാജയപ്പെടുമ്പോൾ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര വിഭവങ്ങളെയും പ്രതിരോധ ശേഷിയെയും കൂടുതൽ കരുത്തുറ്റാതാക്കി മാറ്റുന്നു. നീണ്ടകാലം ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചവർക്ക് ഇന്ന് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടതായും വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ആധുനിക മിസൈലുകളും ഡ്രോണുകളും സജ്ജമാക്കി ശത്രുവിനെ കാത്തിരിക്കുമ്പോഴും മറുഭാഗത്ത് എണ്ണ വിപണിയിലൂടെ രാജ്യം കൈവരിക്കുന്ന ലാഭം അമേരിക്കയുടെ ആഗോള സാമ്പത്തിക അപ്രമാദിത്വത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഒടുങ്ങാത്ത യുദ്ധസന്നാഹങ്ങൾക്കായി പണമൊഴുക്കി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തിച്ചപ്പോൾ പ്രതിസന്ധികളെ അതിജീവിച്ച ഇറാൻ ലോകത്തിന് പുതിയൊരു പ്രതിരോധ മാതൃകയായി മാറുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇറാനിയൻ ഓയിൽ മിനിസ്റ്റർ മൊഹസിൻ പാക്നജാദിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ രാജ്യത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും എണ്ണ വിൽപ്പന അനുകൂലമായി തുടരുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാന്റെ ഊർജതന്ത്രം എത്രത്തോളം കരുത്തുറ്റതാണ് എന്ന് തെളിയിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും തങ്ങളുടെ എണ്ണ വിപണി സജീവമായി നിലനിർത്താൻ ഇറാന് സാധിക്കുന്നത് വലിയൊരു നയതന്ത്ര വിജയം കൂടിയാണ്. ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം യുദ്ധത്തിൽ തകർന്ന എണ്ണ വ്യവസായത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക നീക്കം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കാനും സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണ്. പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വ്യവസായ മേഖലയെ ആധുനീകരിക്കാനും ഇറാൻ കാണിക്കുന്ന ഈ താല്പര്യം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇറാനിയൻ ക്രൂഡ് ഓയിലിന്റെ വിപണി വിലയിൽ ഉണ്ടായ ഗണ്യമായ വർധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ കരുത്ത് പകരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഏതൊരു രാജ്യത്തിന്റെയും വളർച്ചയിൽ ഊർജ മേഖലയ്ക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാഹ്യശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനാണ് അവർ ശ്രമിക്കുന്നത്. എണ്ണവിലയിൽ ഉണ്ടായ വർധനവ് അന്താരാഷ്ട്ര വിപണിയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, മേഖലയിലെ തന്ത്രപ്രധാനമായ ശക്തിയായി അവരെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം തളർത്താത്ത വീര്യവുമായി തകർന്നടിഞ്ഞ വ്യവസായ മേഖലകളെ പുനരുദ്ധരിക്കാനുള്ള ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം വരും വർഷങ്ങളിൽ രാജ്യത്തെ കൂടുതൽ വലിയ സാമ്പത്തിക ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന രീതിയിൽ ഒരു സംശയവും വേണ്ട എന്ന റിപ്പോർട്ടുകൾ, വളരെ സന്തോഷകരമായ റിപ്പോർട്ടുകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. എന്തായാലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഉപരോധ തന്ത്രങ്ങളെയും സാമ്പത്തിക യുദ്ധമുറകളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ മുന്നേറ്റം സമകാലിക ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നു എന്നതുകൂടി പറയേണ്ടതുണ്ട്. പതിറ്റാണ്ടുകളായി വാഷിംഗ്ടൺ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക നിയന്ത്രണങ്ങളെ അതിജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഇറാൻ കാണിക്കുന്ന കരുത്ത് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇറാന്റെ എണ്ണ കയറ്റുമതി വർദ്ധിക്കുന്നതും വിപണിയിൽ മികച്ച വില ലഭിക്കുന്നതും ആ രാജ്യത്തിന്റെ നയതന്ത്ര വിജയത്തിന്റെ തെളിവായിട്ട് തന്നെയാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതായത് മാക്സിമം പ്രഷർ എന്ന നയത്തിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചു കളയാമെന്ന വൈറ്റ് ഹൗസിന്റെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഡോളറിനെ അടിസ്ഥാനമാക്കിയുള്ള ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പുറത്തു കടന്ന് പുതിയ വിപണികൾ കണ്ടെത്താനും ഏഷ്യൻ രാജ്യങ്ങളുമായി ശക്തമായ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇറാന് ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ ഉപരോധങ്ങൾ ഒരു രാജ്യത്തെ തകർക്കാൻ പര്യാപ്തമായ ആയുധമല്ല എന്ന സന്ദേശം തന്നെയാണ് ലോകത്തിന് നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ഈ സാമ്പത്തിക കുതിപ്പുണ്ടല്ലോ കേവലം എണ്ണ വിൽപ്പനയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. തകർന്ന വ്യവസായങ്ങൾ പുനർനിർമ്മിക്കാനും ആഭ്യന്തര ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള അവരുടെ ശ്രമങ്ങൾ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മറികടന്ന് സ്വന്തം സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തിന് ഏൽക്കുന്ന ആഘാതം തന്നെയാണ്. ഉപരോധങ്ങൾ വഴി ഇറാന്റെ ഊർജ്ജ മേഖലയെ തളർത്താൻ ശ്രമിച്ചവർക്ക് ഇറാന്റെ എണ്ണ കയറ്റുമതിയിലെ വർധനവും ലാഭവും വലിയൊരു രാഷ്ട്രീയ പരാജയമായി മാറുന്നു എന്നതുകൂടി നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയെയും ഭരണകൂടത്തെയും എന്നേക്കുമായി തടഞ്ഞു നിർത്താനാവില്ലെന്ന് ഇറാൻ തെളിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങളെ കൃത്യമായിട്ട് അവഗണിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ കുതിച്ചുചാട്ടം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. വാഷിംഗ്ടണിന്റെ സ്വാധീനം ആഗോളതലത്തിൽ കുറയുന്നതിന്റെയും ബദൽ സാമ്പത്തിക ശക്തികൾ വളർന്നു വരുന്നതിന്റെയും വ്യക്തമായ സൂചന കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം വരും കാലങ്ങളിൽ ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമത്തിന്റെ പിറവിക്കും കാരണമായേക്കാം. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ കത്തുമ്പോൾ സമാധാനത്തിന്റെ വക്താക്കളായി ചമയുന്ന അമേരിക്ക ഈ യുദ്ധത്തിലൂടെ യഥാർത്ഥത്തിൽ എന്ത് ലാഭമാണ് കൊയ്യുന്നത് എന്ന ചോദ്യം ലോകമെമ്പാടും ഉയർന്നിട്ടുണ്ട്. അമേരിക്കയിലെ ജനങ്ങൾക്ക് പോലും എതിരഭിപ്രായം. ഓരോ യുദ്ധവും അവരുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും അവരുടെ ആയുധ വിപണിക്കും നൽകുന്ന ഉത്തേജനം പരിശോധിച്ചാൽ മാനുഷിക പരിഗണനയേക്കാൾ ഉപരിയായി തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്ക എപ്പോഴും ശ്രമിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. യുദ്ധം ഉണ്ടാക്കേണ്ടതും അത് നിലനിർത്തേണ്ടതും അമേരിക്കയുടെ മാത്രം ആവശ്യമാണ്. ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം അവരുടെ പ്രതിരോധ വ്യവസായ മേഖലയിൽ ഉണ്ടായ വൻ കുതിപ്പ് തന്നെയാണ്. യുദ്ധമുഖത്തുള്ള രാജ്യങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് വലിയ ലാഭം ഉണ്ടാകുന്നുണ്ട്. അതേസമയത്ത് ഇനിയും യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കണമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുദ്ധം നീണ്ടു നിൽക്കുന്നത് ഈ കമ്പനികളുടെ ഓഹരി മൂല്യം വർദ്ധിപ്പിക്കുകയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തോതിൽ പണം ഒഴുകാൻ കാരണമാകുകയും ചെയ്യുമെന്നാണ് ട്രംപിന്റെയും കണക്കുകൂട്ടലുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാന്തി നിലനിർത്തുന്നത് തങ്ങളുടെ ആയുധ കച്ചവടത്തിന് അത്യാവശ്യമാണെന്ന ക്രൂരമായ യാഥാർത്ഥ്യമാണ് അവരിവിടെ പറയുന്നത്. അതായത് ട്രംപിന്റെ ആവശ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കച്ചവടം അവിടെ നടക്കണം. ട്രംപ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം ഒരു മികച്ച കച്ചവടക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ കച്ചവടം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി തന്നെയാണ് അമേരിക്ക കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. അത് ഇത്രയും ദിവസങ്ങൾ, അതായത് 40 ദിവസത്തിലധികം കടന്നുപോയ ഈ മഹായുദ്ധത്തിൽ അമേരിക്കയുടെ നഷ്ടം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടന്നു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസം അമേരിക്ക ഇന്ന് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ഈ യുദ്ധം ആർക്ക് വേണ്ടിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കാനുള്ള ഒരു അവസരം ഈ യുദ്ധം ഒരുക്കി കൊടുത്തത്. ജനങ്ങൾക്ക് പോലും ആവശ്യമില്ലാത്ത ഒരു യുദ്ധം എന്തിനാണ് ട്രംപ് നടത്തുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. യുദ്ധം നിലനിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഗാസയിൽ ഉണ്ടായ യുദ്ധമായാലും ഒക്കെ നിലനിർത്തുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയ്ക്ക് കൃത്യമായ ലാഭം അതിലൂടെ അവർ ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ, അതായത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇറാനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് അമേരിക്ക ആയതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അവരത് തുറന്ന് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും അവർ കരുതിയിരുന്നത് പെട്ടെന്ന് യുദ്ധം അവസാനിക്കും, ഇറാനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താമെന്നൊക്കെയായിരുന്നു. പക്ഷെ അതൊന്നുമല്ല അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇറാൻ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഇറാന്റെ പരമോന്നത നേതാവടക്കം കൊല്ലപ്പെട്ടു എങ്കിൽ പോലും അവർ തോറ്റു മടങ്ങാൻ തയ്യാറായിരുന്നില്ല. അവർ കൃത്യമായിട്ട് കരുനീക്കങ്ങൾ നടത്തി, അവർ കൃത്യമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്തു. അവരുടെ ആയുധ ശേഖരം എത്രയുണ്ട് എന്ന് ഇന്നും ലോകത്തിന് അറിയാത്തൊരു വസ്തുതയാണ്. അങ്ങനെ യുദ്ധം നീണ്ടു പോവുകയാണ്. പലപ്പോഴും സമ്മർദ്ദം ചെലുത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധം അവസാനിച്ചില്ല. യുദ്ധം നീണ്ടു പോയി. ആഗോള പ്രതിസന്ധിയിലേക്ക് ഈ യുദ്ധം കടന്നതോടെയാണ് മറ്റ് രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് ഗർവ് കാണിക്കാൻ തുടങ്ങിയത്. അതായത് അമേരിക്കയോട് അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങി. അതോടുകൂടി ട്രംപിന് കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ അമേരിക്കയുടെ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലയിലേക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും ഇറാന് യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അപ്പോഴും അമേരിക്ക തോൽവി സമ്മതിക്കില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മളെ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്, ആഗോള ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആരാണ് ഈ യുദ്ധത്തിൽ യഥാർത്ഥ വിജയി, ആരാണ് പരാജയപ്പെട്ടത്, ആർക്കാണ് ഇതിൽ യഥാർത്ഥ നഷ്ടം സംഭവിച്ചത് എന്ന കാര്യമൊക്കെ നമുക്കറിയാം.
എന്തായാലും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. നമ്മളടക്കമുള്ള ഇന്ത്യയിലായാലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കായാലും ഗൾഫ് രാജ്യങ്ങൾക്കായാലും ഒക്കെ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന യുദ്ധം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. പക്ഷേ അമേരിക്കയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ഇറാൻ ഇവിടെ സാധിച്ചു എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താനൊന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.